നമസ്തേ. അപ്പോൾ മത്തായിയുടെ പുസ്തകം 6-ാം അധ്യായം, 5-ാം അധ്യായം ഞാൻ പറഞ്ഞു തീർത്തല്ലോ. അപ്പോൾ 6-ാം അധ്യായം പറയാം. അവിടെ ആദ്യം തന്നെ പറയുന്നത്, 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നത്, നിങ്ങൾ ദാനധർമ്മമൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരറിയാത്ത വിധത്തിൽ ചെയ്യണം, രഹസ്യത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടൂലെന്ന്. മനസ്സിലായോ? പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ രഹസ്യമായി പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്, മത്തായിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ. പിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. പക്ഷേ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നില്ലേ, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു സംഭവം, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള മാർക്കോസിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലുണ്ട്. ഇതിപ്പോൾ മത്തായിയുടെ പുസ്തകം 6-ാം അധ്യായമല്ലേ. മാർക്കോസിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ, അപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും, കുറേ സമയം എടുക്കും. അപ്പോൾ മത്തായിയുടെ ഈ 6-ാം അധ്യായം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നൊരു ഇന്ന്. അപ്പോൾ 6-ാം അധ്യായം ഞാൻ പിന്നെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. നോ, മാർക്കോസിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ യേശുവും ശിഷ്യന്മാരും കൂടി, അപ്പോസ്തലന്മാർ, ജീസസ് ആൻഡ് ദ 12, 13 പേര്, ഓക്കെ, അവർ കടൽ കടന്ന് വേറൊരു ഐലൻഡിലെത്തി, വേറൊരു സ്ഥലത്തെത്തി. അതിൻ്റെ പേര് ഗസരേൻ, സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ബോട്ടിൽ പോണേൻ, അപ്പോൾ കടൽ കടന്ന്, അപ്പോൾ ആസ് ജീസസ് ഗോട്ട് ഔട്ട് ഓഫ് ദ ബോട്ട്, യേശു ബോട്ടിന് പുറത്തേക്ക് കാല് വെച്ചപ്പോൾ അവിടെ ഇമ്മീഡിയറ്റ്ലി കെയിം സമ്മൺ, ഒരു മനുഷ്യൻ വരണേൻ. പക്ഷേ അയാളിൽ പിശാച് ബാധയുണ്ട്, എഴുതിയേക്കണേ, പിശാച് ബാധിച്ചൊരു മനുഷ്യൻ ഇമ്മീഡിയറ്റ്ലി. അതായത് ദാറ്റ് മീൻസ് ദിസ് ഫെല്ലോ വാസ് എക്സ്പെക്ടിങ് ജീസസ് അറൈവൽ. അതിൻ്റെ അർത്ഥം ഇത് പ്രീ പ്ലാൻഡ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം, ഓക്കെ. പക്ഷേ ഇത് മുന്നോട്ട് പോകെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് എന്തെല്ലാം കള്ളത്തരം ഉണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞു, അയ്യോ ദൈവപുത്ര, എന്നെ ഓടിക്കരുത്, എന്നെ പീഡിപ്പിക്കരുതേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ യേശുവും അയാളായിട്ട് സംഭാഷണം. ഈ സംഭാഷണത്തിൽ യേശു ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും, ഞങ്ങൾ ഒത്തിരി പേരുണ്ടെന്ന് പറയും, ലീജിയൻ എന്ന് പറയില്ലേ, ലീജിയൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പട്ടാളത്തിൻ്റെ ഒരു ലീജിയൻ എന്ന് വെച്ചാൽ ഒരു ബറ്റാലിയൻ, അതാണ് ലീജിയൻ്റെ അർത്ഥം. അപ്പോൾ ഒത്തിരി പിശാച് ബാധിച്ചിട്ടുണ്ട് ഇയാളുടെ ഉള്ളിൽ. ഒരു മനുഷ്യനാണ് വന്നേക്കണത്, പക്ഷേ അയാളുടെ അടുത്ത് ഒരുപാട് പിശാചുക്കൾ ഇയാളെ ബാധിച്ചിട്ടുണ്ട്, ഓക്കെ. അയാൾ താമസിച്ചിരുന്നത് ടോംബിലായിരുന്നു, ശവകുടീരത്തിലാണ് പിശാച് ബാധിച്ച ഈ മനുഷ്യൻ താമസിച്ചിരുന്നത്. മാത്രമല്ല ഇയാൾ എപ്പോഴും സ്വയം ഇങ്ങനെ പീഡിപ്പിക്കുമായിരുന്നു. ഹീ യൂസ് ടു ഹേർട്ട് ഹിംസെൽഫ്, അയാളെ തന്നെ പീഡിപ്പിക്കുമായിരുന്നു. ഇതൊക്കെ പിശാച് ബാധ കൊണ്ട് സംഭവിക്കണേ. നോ, ഇയാളും യേശുവായിട്ടുള്ള സംഭാഷണം. അപ്പോൾ ഇയാൾ യേശുവിനോട് പറയണേ, ഞങ്ങളെ അങ്ങനെ നീ പുറത്താക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇതാ അവിടെ കുറേ പന്നികൾ ഇരിപ്പുണ്ട്, ഒരു പന്നികളുടെ കൂട്ടം, അതിൻ്റെ അകത്തേക്ക് വിട്. അപ്പോൾ ഹി അലൗഡ്, ജീസസ് അത് അനുവദിച്ചു. അതായത് ഒരു നെഗോഷിയേഷനാണ് അവിടെ നടക്കുന്നത്, പിശാചുകളുടെ തലവനായിട്ടുള്ള യേശുവുമായിട്ട്. അതായത് ഇവരെ പന്നിക്കൂട്ടത്തിനടുത്തേക്ക് പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവർ സത്യം വിളിച്ചു പറയും, മനസ്സിലായോ? അപ്പോൾ നിവൃത്തികേട് കൊണ്ട് ജീസസ് പറയണേണ്, യേശു പറയണേണ്, ഓക്കെ നീ പൊക്കോളൂ, അവിടെ പൊക്കോളൂ എന്ന് പറയും, ഓക്കെ. അപ്പോൾ തന്നെ ഇയാളെ ബാധിച്ചിരുന്ന പിശാചുക്കളെല്ലാം കൂടി പന്നിയുടെ ശരീരത്തിലോട്ട് കയറി ഒരു ചെങ്കുത്തായ മലയിൽ നിന്ന് പന്നി ഇങ്ങനെ ഓടിപ്പോയിട്ട്
കടലിൽ പോയി ചത്തു, മുങ്ങിച്ചത്തു എല്ലാം. 2000 പന്നികളുണ്ടായിരുന്നു എന്ന് പറയണം. ഇന്ന് അത്രയും പന്നികളുള്ള ഫാം ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ അന്നത്തെ കാലത്ത് അത്രയും മനുഷ്യരൊന്നുമില്ല, ഇത്രയും പന്നികളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഞാൻ ഈ വിഷയമൊക്കെ പലപ്പോഴും പലരോടുമായിട്ട് സംസാരിക്കുന്ന സമയത്തിൽ ഒരാൾ പറഞ്ഞു, അക്കാലത്ത് പാലസ്തീനിൽ പന്നികളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ്. എന്ത് പറയാനാണ് പോയി, വാട്ട് എവർ, അതിനകത്ത് എഴുതി വെച്ചേക്കണം പന്നി എന്നാണ്. അപ്പോൾ 2000 പന്നികളെ മുക്കിക്കൊന്ന് യേശു അവരെ അനുവദിച്ചുകൊണ്ടല്ലേ അത് സംഭവിച്ചത് അല്ലേ? അപ്പോൾ ഈ പന്നികൾ ചത്തി കഴിഞ്ഞപ്പോഴേക്കും ആ പന്നികളെ വളർത്തിയിരുന്ന ആൾക്കാർ വന്നു യേശുവിനോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ്, ഇവിടെ ഇനി നിൽക്കണ്ട, നീ പണ്ടിയായിക്കോന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും ഈ പിശാച് ബാധിച്ച ആൾ ക്ലീനായിട്ട് യേശുവിൻ്റെ പാദത്തെങ്കിൽ ഇരിക്കണമായിരുന്നു. മനസ്സിലായോ? ഒരു പട്ടിയെ പോലെ അയാളിരിക്കണേ. അപ്പോൾ നാട്ടുകാർ പറഞ്ഞല്ല, പൊക്കോളാൻ പറഞ്ഞല്ല. യേശു ഇവിടെ വന്നെന്തിനാണ്? ഒന്ന് ഈ ഡ്രാമ കാണിക്കാനായിട്ട്. യേശു ഭയങ്കര, ഇതൊക്കെ അപ്പോസ്തലന്മാർ കാണണേണ്. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യണം. വായിക്കുന്നത് അവിടെ എത്ര പേരുണ്ടായിരുന്നു, ഏത് സമയമായിരുന്നു, ഇതൊക്കെ ആലോചിക്കണം നമ്മൾ. എന്നാലേ നമുക്ക് അതിൻ്റെ കറക്റ്റ് പിക്ചർ കിട്ടുള്ളൂ. എന്താണ് അവിടെ, വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഭാവന കൂടിയേ തീരൂ. അപ്പോൾ നോക്കൂ, യേശു വരുന്നു, ബോട്ടിൽ നിന്ന് കരയിലേക്ക് ഇറങ്ങുന്നു. അപ്പം തന്നെ ആൾ വന്നു കഴിഞ്ഞ്, അയ്യോ എന്നെ കൊല്ലല്ലേ എന്നും പറഞ്ഞാൽ പറഞ്ഞത്. ദൈവപുത്ര, നീ ദൈവപുത്രനാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ കൊല്ലരുത്. ഇതേപോലെ തന്നെ മത്തായിയുടെ പുസ്തകം നമ്മൾ വായിച്ചല്ലേ 4-ാം അധ്യായത്തിൽ, നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പിശാച് പറയുന്നു. ഇവിടെ മറ്റു പിശാചുകൾ യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ പിശാചുകളുടെ ഇടയിൽ തന്നെ കൺഫ്യൂഷനാണല്ലോ. അപ്പോൾ യേശു എൻ്റെ അടുത്ത് ഇയാൾ വന്നു. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, നിങ്ങളെ കൊല്ലാൻ കഴിവുള്ള ഒരാൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നിങ്ങളെ തട്ടിക്കളയും. അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ അകലെ അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ അകലെ വന്നിട്ടുണ്ടെന്നുള്ള വിവരം നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അയാൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അയാളുടെ മുമ്പിൽ പോയി ചാടി വന്നിട്ട് എന്നെ കൊല്ലരുതേ എന്ന് പറയുമോ? അതോ നിങ്ങൾ എസ്കേപ്പ് ചെയ്യുമോ? അയാളുടെ അടുത്തുനിന്ന് ദൂരെ പോകുമോ, അയാളുടെ അടുത്തേക്ക് വരുമോ? അതാണ് എൻ്റെ ചോദ്യം. ഇവിടെ അടുത്തേക്ക് തന്നെയാണ്, ബോട്ടിൽ നിന്ന് ഇറങ്ങലും. അതായത് അറിവ് കിട്ടി, അതായത് ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതും മനസ്സിലാക്കണം നമ്മൾ. പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്. നോക്കൂ, യേശുവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും സംഭവങ്ങൾ ഒരുപാട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. പിശാചുകൾ എന്താണ്, പിശാചുകളും യേശുവും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കഥയിൽ കണ്ടില്ലേ, യേശു അവരെ 2000 പന്നികളെ കൊല്ലാനായിട്ട് പിശാചുകളെ അനുവദിച്ചു കൊടുക്കണേ. മനസ്സിലായോ? അത് അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? 2000 പന്നികളുടെ ജീവനാണ് എടുക്കുന്നത്. അത് യേശു അനുവദിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതൊരു നെഗോഷിയേഷനാണ്. നീ ഇപ്പം അനുവദിച്ചില്ലെങ്കിൽ നീ മറ്റേ പിശാച് പറഞ്ഞ പോലെ പറയും, നീ ദൈവപുത്രനല്ലടാന്ന് പറയും. മനസ്സിലായോ? നീ ലൂസിഫറാടാ, ലൂസിഫർ എന്ന് ഇവർ വിളിച്ചു പറയും. പണിപാളിയാ. അപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്യും? അവന്മാരെ ഉള്ളിൽ ഡൗട്ടാവും. ഇപ്പം ഞാൻ യേശു ലൂസിഫറാണെന്ന് പറയുമ്പം ചിലരുടെ ഉള്ളിൽ ഡൗട്ട് വരുന്നില്ലേ? അതുപോലെ വരും. മനസ്സിലായോ? അതുകൊണ്ടാണ് യേശു നെഗോഷിയേറ്റ് ചെയ്തത്, പ്രശ്നം ഉണ്ടാക്കാതെ നീ പൊക്കോ പറഞ്ഞ് വിട്ടത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും വേറെ പ്രശ്നമായി. യേശുവിന് ഇയാളെ ശിഷ്യന്മാരെ കാണിക്കുക മാത്രമല്ല വേണ്ടത്, മറ്റുള്ള ആൾക്കാരെയും അറിയിക്കണം. ഇതാ ദൈവപുത്രൻ വന്നിട്ടുണ്ട്, ലാൻഡ് ചെയ്തിട്ടുണ്ട്, ഞാനാണ് ദൈവപുത്രൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് ക്ലോസ് അറ്റ് ഹാൻഡ്, തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. 2000 വർഷം മുമ്പ് പറഞ്ഞേ. എന്ത് കള്ളനായിട്ട് വേണം എന്നാൽ ആലോചിച്ച് നോക്ക്. ഐ എം കമ്മിങ് സൂൺ, ഇതാ ഞാൻ വേഗം വരുന്നു എന്നും പറഞ്ഞാൽ ബൈബിൾ അവസാനിപ്പിക്കണം. 2000 വർഷം മുമ്പ് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ അതിപ്പോഴും എഴുതി വെക്കും, യേശു വേഗം വരുന്നു എന്നും പറഞ്ഞ്. ഇത് ഭ്രാന്തല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതിനേക്കാളും വലിയ അന്ധവിശ്വാസം ഉണ്ടോ?
ഇതിനേക്കാളും വലിയ ഭ്രാന്തുണ്ടോ? യേശു വേഗം വരുന്നു ഇപ്പോഴും എഴുതി വെക്കും. ഇപ്പോഴും എഴുതി വെക്കും. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് യേശു ഏകരക്ഷകൻ. കേരളത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് യേശു ഏകരക്ഷകൻ, അള്ളാഹു ഏകരക്ഷകൻ. ദേ 2 ഏകരക്ഷകന്മാരെ. എന്ത് പറയാനാണ് ഭായി? 2 ഏകരക്ഷകൻ, അള്ളാഹു ഏകരക്ഷകൻ, യേശു ഏകരക്ഷകൻ. ഇതും പറഞ്ഞിട്ടാണ് ഇവന്മാർ തമ്മിൽ തല്ലണത്. ഏകരക്ഷകനെ കണ്ടുപിടിക്കാൻ വേണ്ടി മനുഷ്യന്മാർ കുത്തിച്ച് ആവണേ. എന്തൊരു കഷ്ടകാലമാണ് നോക്കണേ. അള്ളാഹുവിൻ്റെ രക്ഷകനല്ല, യേശുവിൻ്റെ രക്ഷകനല്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇവർ മനുഷ്യന്മാരെ തമ്മിൽ തല്ലുപിടിപ്പിക്കുക എന്നല്ലാണ്ട് മനുഷ്യന്മാരെ പരസ്പരം ക്രിസ്ത്യാനി മുസ്ലിം എന്നും പറഞ്ഞ് കുറേ ക്രൂസൈഡ് ഉണ്ടാക്കി കുറേ കോടിക്കണക്കിന് മനുഷ്യരെ കൊല്ലാൻ കഴിഞ്ഞു എന്നല്ലാണ്ട് അവരൊക്കെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക് പോയി. എന്തൊരു ദയനീയമായിരിക്കുന്നു ആലോചിച്ച് നോക്ക്. ലാസ്റ്റ് യൂറോപ്പിൽ പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ കുട്ടികളെ വിടാൻ തുടങ്ങി ക്രൂസൈഡിന്. അറിയാമോ? കുട്ടികളെ. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ബാക്ക് ടു ബൈബിൾ. അപ്പോൾ യേശു അയാളുടെ നെഗോഷിയേറ്റ് ചെയ്തു. ഓക്കെ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ അതുങ്ങളെ കൊന്ന്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ വന്ന് ഉടക്കി. ഞങ്ങളെ പന്നികളെ കൊന്ന ഈ ദുഷ്ടൻ ഇറങ്ങി പോടാന്ന് പറഞ്ഞു. ഞങ്ങളുടെ സ്ഥലത്ത് ഇനി നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പോകണമല്ലോ, പോകണ്ടേ. അപ്പോൾ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. അത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. എന്താണ് ഇവൻ പറഞ്ഞത്? നമുക്ക് പിന്നെ ഇതിപ്പോൾ നമ്മൾ കയ്യിലൂത്ത് തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. അതുകൊണ്ട് നമുക്ക് വളരെ നിസ്സാരമായിട്ട് മനസ്സിലാവും. അതായത് ഇയാൾ പറയണേ, എനിക്ക് നിന്നെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞേ. യേശുവിനോട് പറയണേ, ഐ വാണ്ട് ടു ഫോളോ യു എന്ന് പറഞ്ഞേ. അപ്പോൾ യേശു ഒരു കാര്യം പറയുന്നുണ്ട്. വേണ്ട, നീ എന്നെ ഫോളോ ചെയ്യണ്ട. നീ വീട്ടിൽ പോയിട്ട് നിൻ്റെ ആൾക്കാരോടൊക്കെ ദൈവം നിനക്ക് ചെയ്തു തന്ന മഹത്വം നീ പറയാൻ പറയണേ. മനസ്സിലായോ? അപ്പോൾ അടുത്ത സെൻറ്റൻസ് എഴുതി വെച്ചേക്കണം. അയാൾ പോയി ഈ ഗസറേനിലും പരിസര പ്രദേശത്തുള്ള എല്ലായിടത്തും യേശു ചെയ്തു കൊടുത്ത കാര്യം പറഞ്ഞ് പുകഴ്ത്തിയെന്ന്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇവിടെ ഒരു വചനവും കൂടി ഉണ്ട് കേട്ടോ. അതായത് ലെറ്റ് ദ ഡെഡ് ബറി ദ ഡെഡ് എന്ന് യേശു ഒരിക്കൽ പറയുന്നുണ്ട്. അതായത് വേറൊരു സാഹചര്യത്തിൽ വേറൊരുത്തൻ എന്നോട് യേശു പറയണേൻ യു ഫോളോ മീ എന്ന്. അപ്പോൾ അയാൾ പറയും, എൻ്റെ അപ്പം മരിച്ചുപോയി, ഞാൻ അപ്പൻ്റെ ശവം മറവ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറയും. ശവസംസ്കാരം നടത്തിയിട്ട് വരട്ടെ എന്ന് പറയും. സംസ്കാരം എന്ന് പറയാൻ പാടില്ല, ശവം മറവ് ചെയ്തു, അതാണ് അതിൻ്റെ അർത്ഥം. സംസ്കാരമല്ലേ ഇത്, വാട്ട് എവർ. അപ്പോൾ യേശു അയാളോട് പറയുന്നുണ്ട് ലെറ്റ് ദ ഡെഡ് ബറി ദ ഡെഡ് എന്ന് പറയുന്നുണ്ട്. അതായത് മരിച്ചവരെ ബറി ചെയ്യട്ടെ, നീ എൻ്റെ കൂടെ വാ എന്ന് പറയുന്നുണ്ട്. ഒരർത്ഥമില്ല അതിൻ്റെ അകത്ത്. മരിച്ചവരെ ബറി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. മരിച്ചവരെ ബറി ചെയ്യണത് അവിടെ പറഞ്ഞ ഒരു കാര്യം ഇത്രേ ഉള്ളൂ. നിന്റെ തന്തയുടെ ശവോടെ കിടന്ന് ചീഞ്ഞ് പുഴുത്ത് നാറട്ടെ, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എൻ്റെ കൂടെ വാ എന്നാണ് യേശു പറയണത് ആക്ച്വലി. പക്ഷെ അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മരിച്ചവരുടെ ഡെഡ് ബോഡി മറവ് ചെയ്യട്ടെ, നീ എൻ്റെ പിന്നാലെ വന്ന്. അതായത് ഒരുത്തൻ യേശുവിൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹമില്ലാത്തൊരുത്തൻ അവൻ്റെ അപ്പൻ്റെ ബോഡി മറവ് ചെയ്യണം, അപ്പം മരിച്ചു കിടക്കണേ. അപ്പോൾ അയാളെപ്പോലും യേശു അനുവദിക്കുന്നില്ല. നീ അതൊക്കെ വിട്ടുകള, നിൻ്റെ തന്ത ചത്തുകയൊന്നും കുഴപ്പമില്ല, നീ എന്നെ ഫോളോ ചെയ്യുക, അതാണ് മെയിൻ, എന്നെ ഫോളോ ചെയ്യണതാണ് മെയിൻ എന്നാണ് യേശു അവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ഒരാൾ യേശുവിനെ ഫോളോ ചെയ്യാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ട് യേശു വേണ്ടാന്ന് പറഞ്ഞു. വായ് അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ. കാരണം അവിടുത്തെ ആൾക്കാർ യേശുവിനെ അവിടെ ഈ സുവിശേഷം പറയാനായിട്ട് അനുവദിച്ചില്ല, ഓർഡറാന്ന് പറഞ്ഞു കൊടുന്നു. അപ്പോൾ അവിടെ സുവിശേഷം പറയാനായിട്ട് ഒരാൾ വേണ്ടേ. അതിനാണ് യേശു അയാളോട് പറഞ്ഞത്, നീ വരണ്ട, നീ പോയിട്ട് എൻ്റെ മഹത്വം നീ കുടുംബക്കാരോട് പോയി പറയാൻ പറഞ്ഞത്. മനസ്സിലായോ? അയാൾ പോയിട്ട് എല്ലായിടത്തും പറഞ്ഞു. അത് എഴുതി വെച്ചേക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി മറ്റൊരാൾ കാണാൻ പാടില്ല, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ കാണാൻ പാടില്ല എന്നൊക്കെ തള്ളിയിട്ട് യേശു എന്താ ഇങ്ങനെ പറയണത്? എല്ലായിടത്തും പോയി അറിയിക്കാൻ പറയണത് എന്തിനാണ്? യേശുവിൻ്റെ പ്രവൃത്തി അറിയിക്കാനല്ലേ പറഞ്ഞത്, അല്ലേ? അപ്പോൾ അതാണ് ഈ മത്തായിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളാണത്.
അത് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സംസാരിക്കേണ്ടി വന്നു ഇല്ലേ. നോക്കൂ, ആ ഒന്നാമത്തെ കാര്യം, നമുക്കൊരാൾ ഫിയർ ഓഫ് ഡെത്ത് തരുന്നുണ്ടെങ്കിൽ, നമ്മൾ കൊല്ലാൻ വരെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ആളുടെ അടുത്തോട്ട് പോകില്ല. ആളെ കാണുമ്പോൾ മാറി കിടക്കാനേ നമ്മൾ ശ്രമിക്കുള്ളൂ. ഇവിടെ പിശാച് ബാധിച്ച ആൾ യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണേ. യേശുവിൻ്റെ മുമ്പിലും മാത്രമല്ല വന്ന് നിൽക്കണത്, ശിഷ്യന്മാരുടെ മുമ്പിലും കൂടിയാണ് നിൽക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് കള്ളക്കളിയാണ്. ഇതൊക്കെ പിശാചും പിശാചിൻ്റെ കിങ്കരന്മാരും കൂടി ഏർപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇതെല്ലാം. മനസ്സിലായോ? ഒരിക്കൽ ഒരു മാർക്കോസിൻ്റെ പുസ്തകത്തിൽ തന്നെയുണ്ട്, ഒരിക്കൽ ഒരു ഊമനായ പിശാച്, സംസാരിക്കാൻ പറ്റാത്ത പിശാച് ഒരാളുടെ ദേഹത്ത് കടന്നുകൂടി. അപ്പോൾ യേശു ആ പിശാചിനെ ഒഴിപ്പിച്ച്, ശിഷ്യന്മാരില്ലെങ്കിൽ ഒഴിപ്പിക്കത്തില്ല കേട്ടോ. ശിഷ്യന്മാർ കാണണ്ടേ, നാടകം കാണാനായിട്ട് കാണികൾ വേണ്ടേ സുഹൃത്തേ. അല്ലെ പിന്നെ എങ്ങനെയാണ് നാടകം കളിക്കണത്? ഒരു കാണിയില്ലെങ്കിൽ പിന്നെ ആരെയും നാടകം കളിക്കുമോ? ഒരിക്കലുമില്ല. യേശു കളിച്ചത് മുഴുവനും നാടകമായിരുന്നു, മുഴുവനും. അവസാനത്തെ ഗെത്സമനിയിലെ പ്രെയർ പോലും അവരോട് പറഞ്ഞിട്ടില്ലേ, ഉണർന്നിരുന്ന് നോക്കാൻ പറഞ്ഞിട്ടില്ലേ. മത്തായിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ യേശു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായിരിക്കുന്ന ദൈവം എല്ലാം കണ്ടോളും, പിതാവ്. നിങ്ങൾ രഹസ്യമായിട്ടൊരു മുറിയിടത്ത് പോയിട്ട് അടച്ച് ആരും കാണാതെ പ്രാർത്ഥിക്കാനാണ് മത്തായിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ എഴുതി വെച്ചേക്കണത്. പക്ഷേ യേശു പ്രാർത്ഥിക്കണത് ഇവരോട് നോക്കാനാണ് പറഞ്ഞത്. അതായത് സ്റ്റേ അവെയ്ക്ക് ആൻഡ് വാച്ച് വിത്ത് മീ എന്നാണ് യേശു പറയണത്. നിങ്ങൾ ഉണർന്നിരുന്ന് നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക എന്ന്. എന്നിട്ട് പോയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കണം ശ്രദ്ധിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ യേശു തന്നെ പറഞ്ഞ് ശ്രദ്ധിപ്പിക്കണം പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ വാക്കുകൾ എന്താ പറഞ്ഞ് പ്രാർത്ഥിക്കണത്? കഴിയുമെങ്കിൽ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. ഇത് തന്നെ 3 പ്രാവശ്യം വീണ്ടും ആദ്യം പറഞ്ഞിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാണികളില്ല, കാണികളെല്ലാം ഉറക്കം, ശിഷ്യന്മാരൊക്കെ ഉറക്കം. അവിടെയാണ് ഈ യോഹന്നാൻ്റെ അടിവസ്ത്രം ഊരിയിട്ടുള്ളത്, അവിടെ വെച്ചാണ്, യാതൊരു സംശയമില്ല പോയി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയമാണ്. ഞാൻ ഈ പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പോൾ വന്നിട്ട് അവരെ പിന്നെ എണീപ്പിച്ചിട്ട് പറയും, നോക്കാൻ പറയും, വീണ്ടും പറയും. എന്താണ് പറയണത്? ദ സ്പിരിറ്റ് ഈസ് വില്ലിങ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ അതായത് ആത്മാവ് ശക്തമാണ്, പക്ഷേ ശരീരം ക്ഷീണിച്ചിരിക്കണേന്ന് പറയും. ആണല്ലോ, രാത്രി 1 മണി 2 മണിയായി. അതുമാത്രമല്ല, ഇറച്ചി വീഞ്ഞ് എല്ലാം അടിച്ച് ഫിറ്റാണ് ഇവന്മാരൊക്കെ. മനസ്സിലായോ? വെടികളുടെ കൂടെ ഇരുന്ന്, അത് കഴിഞ്ഞിട്ട് വെടികളുടെ കൂടെ ഇരുന്നിട്ട് തന്നെയാണ് ഇങ്ങോട്ട് ഗെത്സമനി സ്ഥലത്തോട്ട്. എല്ലാ വെടികളും ഉണ്ടായിരുന്നു. ഇസ്രായേലിലുള്ള സകല വേശ്യകളും യേശുവിൻ്റെ കൂടെ അവസാന അത്താഴത്തിനുണ്ടായിരുന്നു. അറിയാമോ? നിങ്ങളൊരു പിക്ചർ പറയുമല്ലോ, യേശുവിൻ്റെ അവസാനത്തെ അത്താഴം. ക്രിസ്ത്യൻ വീടുകളിലൊക്കെ തൂക്കിയിട്ടേക്കണ പിക്ചറാണ്. നമ്മുടെ അങ്കളുടെ വീട്ടിലുണ്ടായിരുന്നു ഈ പിക്ചർ. അവസാന അത്താഴം വലിയൊരു ചിത്രകാരൻ വരച്ചതാണ്, റോമിലെ ഇറ്റാലിയൻ. അയാളുടെ പേര് ഞാൻ മറന്നുപോയി. മൈക്കൽ ആഞ്ചലോ വരച്ച ചിത്രം. അത് തെറ്റാണ്. അത് ബൈബിൾ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാമല്ലോ അത് തെറ്റാണെന്ന്. കാരണം മൈക്കൽ ആഞ്ചലോ വരച്ച ചിത്രത്തിൽ യേശു നടുക്കിയിരിക്കണം, ബാക്കി 12 ശിഷ്യന്മാരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കണം, 2 സൈഡിലായിട്ട്. അങ്ങനെ ചിത്രം. അപ്പോൾ 12 ശിഷ്യന്മാരും യേശുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആ റൂമിൽ ആയിരുന്നു. അപ്പോൾ ഈ മഗ്ദലേന മറിയം എവിടെ നിന്ന് വന്നു? ഞായറാഴ്ച രാവിലെ മഗ്ദലേന മറിയം പോകണുണ്ടല്ലോ. എവിടെ നിന്ന് വന്നു മഗ്ദലേന മറിയം വന്നത് ഇവിടെ നിന്നാണ് വന്നത്. ഇതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് വന്നത്. മനസ്സിലായോ? കാരണം ഷീ റിട്ടേൺഡ് എന്നെഴുതിയിട്ടുണ്ട്. അവൾ തിരിച്ചു പോയി. അപ്പോൾ അവൾ വന്ന സ്ഥലം ഏതാണ്? വന്ന സ്ഥലത്തേക്കാണ് നമ്മൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഭാരതത്തിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പറയാം ഞാൻ തിരിച്ചു പോകണമെന്ന് പറയാം. കാരണം ഞാൻ വന്നത് ഭാരതത്തിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഈ അവസാന അത്താഴം നടന്ന ഈ മാളികമുറിയിൽ
യേശുവും യേശുവിൻ്റെ 12 ശിഷ്യന്മാരും, പിന്നെ മഗ്ദലേന മറിയ, മറ്റേ മറിയ, സലോമി, മാർത്തയുടെ സിസ്റ്റർ മറിയ, ചിലപ്പോൾ മാർത്ത ഉണ്ടാവും. എല്ലാം വെടികളാണ്, കംപ്ലീറ്റും വെടികളാണ്, ഒക്കെ വേശികളാണ്. ഈ വേശികളുടെ കൂടി ദൈവപുത്രൻ കള്ളുടിയും ഇറച്ചി തിന്നലും കള്ളുടി, എന്താ ദൈവപുത്രൻ! എനിക്ക് ആലോചിക്കുമ്പോൾ ശരിയാണ് വന്നത്. ക്രിസ്ത്യാനികൾ ഈ സാധനത്തിന് ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? യേശു തന്നെ പറയണം, യു കോൾ മീ ഫ്രണ്ട് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന്. യേശു തന്നെ പറയുന്നു, സ്വർഗരാജ്യത്തിൽ നിങ്ങളെക്കാളും ആദ്യം പോണത് വേശ്യകളായിരിക്കുമെന്ന്. വേശ്യകളുടെ സ്വർഗരാജ്യം. അതായത് ഇപ്പോൾ നമ്മുടെ ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയില്ലേ, അതിൻ്റെ അകത്ത് അവസാന രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ട? ഒരു സ്വർഗരാജ്യം കാണിക്കുന്നത്, വേശ്യകളുടെ സ്വർഗരാജ്യം. അതാണ് സ്വർഗരാജ്യം. മനസ്സിലായോ? എന്ത് പറയാനാണ് ഭായി? അങ്ങനെ ഒരു സ്വർഗരാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ ലാസ് വേഗാസിലോട്ട് വിട്ടു. അതാണ് ഏറ്റവും പറ്റിയ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ. സ്വർഗരാജ്യം ഏതാണ് ഭൂമിയിലുള്ളത്? മനസ്സിലായോ? എന്ത് പറയാനാണ് ഭായി? അപ്പോൾ യേശുവും വേശ്യകളും കൂടി അവസാനം അത്താഴം കഴിഞ്ഞ്, അപ്പോൾ അവിടെ മദ്യം ഉണ്ടായിരുന്നു. കാരണം ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്നും പറഞ്ഞ് കൊടുക്കണം. മദ്യമല്ല കൊടുക്കണത്, പിശാചിൻ്റെ രക്തമാണ് മദ്യം. കൊള്ളാട്ടാ, സംഭവം കൊള്ളാം. അതായത് ചീഞ്ഞ് പുളിത്ത് നാറിയ ഫ്രൂട്ട്സ് ചീഞ്ഞ് പുഴുത്ത് നാറുമ്പോഴാണ് മദ്യമാണത്, അല്ലേ? അല്ലേ? അപ്പോൾ ചീഞ്ഞ് പുഴുത്തവനാണ് പിശാചി. യേശു അത് തന്നെ, ചീഞ്ഞ് പുഴുത്ത സാധനമാണത്. അതുകൊണ്ടാണ് അവൻ്റെ അടുത്തോട്ട് എല്ലാ വേശ്യകളും ഓടി വന്നത്. മനസ്സിലായോ? അങ്ങനെയാണത്. എനത്തിനോടേ ചേരൂ. ഓക്കെ. അപ്പോൾ ഈ വേശ്യകളൊക്കെ ആയിട്ട് കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് അത് മാത്രമോ, ഇവരായിട്ട് തീറ്റം കുടിയും നടക്കണ സമയത്ത് ഇവൻ യോഹന്നാൻ അടിച്ച് ഫിറ്റായി. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യേശുവിൻ്റെ മാറിൽ, അത് ബൊസം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ ബൊസം എന്ന് എഴുതിയിട്ടുണ്ട്. ബൊസം എന്ന് പറയുമ്പോൾ അതിന് ഫീമെയിൽ ബ്രസ്റ്റ് എന്ന അർത്ഥമുണ്ട്, മുല എന്ന അർത്ഥമുണ്ട്. മുല. അപ്പോൾ യേശുവിന് മുലയുണ്ടായിരുന്നു എന്നും ബൈബിൾ പറയും. വേണമെങ്കിൽ വെച്ച് നമുക്ക് ബാധിക്കാം. മനസ്സിലായോ? അത് യേശുവിന് പുരുഷൻ്റെ ഒന്നുമില്ലല്ലോ, സ്ത്രീയുടെ ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഒരു ഹ്യൂമൻ ഫീമെയിലിൽ നിന്ന് വന്നിട്ടുള്ള. അപ്പോൾ ചിലപ്പോൾ മുലയായിരിക്കാം യേശുവിനുണ്ടായിരുന്നിരിക്കുക. എന്ത് പണ്ടാരോണാവോ? എന്തായാലും ഈ മുലയിൽ ഈ നമ്മുടെ യോഹന്നാൻ തൂങ്ങി കിടക്കണമായിരുന്നെന്നാണ് എഴുതി വെച്ചേക്കണത്. മനസ്സിലായോ? ചാരി കിടക്കണമായിരുന്നു. യേശുവിൻ്റെ വക്ഷസിൽ ചാരി കിടക്കുന്നു യോഹന്നാൻ. മനസ്സിലായോ? അതിപ്പോൾ എന്താ പറയുക, ഒരു ഭർത്താവിൻ്റെ വക്ഷസിൽ ഭാര്യ ചാരി കിടക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ കമിതാവിൻ്റെ വക്ഷസിൽ, കാമുകൻ്റെ വക്ഷസിൽ കാമുകി, അതൊക്കെ കേൾക്കാനൊരു ഇതുണ്ട്. ഇതങ്ങനല്ല. യോഹന്നാൻ യേശുവിൻ്റെ വക്ഷസിൽ ചാരി കിടക്കുന്നു, അടിച്ച് ഫിറ്റായിട്ട്. എന്താ നല്ല അപ്പോസ്തലന്മാർ, എന്താ നല്ല ശിഷ്യന്മാർ, എത്ര നല്ല ഗുരു. ഇതാണ് ക്രിസ്തു മതം. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ. കാർത്തിക് 25 വർഷമായിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യമാണ് സത്യം. സത്യത്തിലൂടെ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. ഈ സത്യം ലോകം അറിയാതെ ഈ ഇവിടെ മറ്റേ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞ പോലെ നോ ഗ്രാസ് വിൽ വാക്ക് ഹിയർ എന്ന് പറയില്ലേ, ഒരു പുല്ലിവിടെ നടക്കാൻ പോണില്ല, ഒരു മാറ്റം ഇവിടെ ഉണ്ടാകാൻ പോണില്ല. മോദിയല്ല ആര് വന്നാലും ഒരു മാറ്റം ഉണ്ടാവില്ല ഭായി. സത്യം ജനം അറിയണം, എന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? സത്യം ഇതാണ്. ഈ ഇസ്രായേലിൻ്റെ പിതൃശൂന്യൻ അവനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നോക്കൂ, സെമിറ്റിക് മതക്കാരാണ് തമ്മിലടിക്കണം, മറ്റു മതക്കാരെ അടിക്കണമെന്നില്ല. ബുദ്ധന്മാരും ജൈനന്മാരും അടിക്കണുണ്ടോ? ബുദ്ധന്മാരും ഹിന്ദുക്കളും അടിക്കണ്ടോ? ജൈനന്മാരും ഹിന്ദുക്കളും അടിക്കണ്ടോ? ഒരു കുഴപ്പമില്ല. മറ്റു മതക്കാരൊന്നും തല്ലുകൂടണമെന്നില്ല. സെമിറ്റിക് മതക്കാരാണ് തല്ലുകൂടണം. യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. അവന്മാർക്കാണ് വെറുപ്പും വിദ്വേഷവും, പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറണമെന്നുള്ള വിചാരവും. അപ്പോൾ അവരുടെ ഉള്ളിലാണ് ക്രോധം. ആ ക്രോധമല്ലയോ യമനായത് നിർണയം എന്ന് പറയുന്ന പോലെ അവരാണ് ഈ കൊലകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ആങ്കറാണ്, അതാണ് കില്ലർ. അപ്പോൾ അത് കാണുന്നത് നമ്മൾ ആരുടെ കയ്യിലാണ്? ഈ സെമിറ്റിക് മതക്കാരുടെ കയ്യിലാണ്.
ഇത് കലിയുഗമാണ്. കലിയാണ് ആങ്കർ. ആങ്കർ എന്ന് പറഞ്ഞാൽ കലിയാണ്. മനസ്സിലായി? നമ്മൾ പറയില്ല കലി കയറി എന്ന് പറയില്ലേ, എന്താണ് ആങ്കർ കയറി എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആംഗ്രി ആവും. കലി കയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി ആർ ആംഗ്രി. അവൻ കലി കയറി, അവൻ എന്തോ പറഞ്ഞു എന്ന് പറയും, എന്തോ ചെയ്തു എന്ന് പറയും ഇല്ലേ? ആ കലിയാതൻ ആ ലൂസിഫറാണ്. അത് തന്നെയാണ് ജീസസ്. ജീസസ് തന്നെയാണ് ആ കലി. മനസ്സിലായോ? നിങ്ങളൊരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ കലിയുഗത്തിലാണ് ജീവിക്കണമെന്ന് നിങ്ങൾക്കറിയാലോ. ആ കലി ജീസസ് ആണെന്ന് തെളിയിക്കാനായിട്ട് ഞാനൊരു ചിന്ന ഒരു സാമ്പിൾ പറഞ്ഞിട്ട്, ഇപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കണേ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയണേ. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? എങ്ങനെ മറുപടി പറയും? അത് ഞാൻ ജനിച്ചിട്ട്, ഈ യേശു ജനിച്ചിട്ട് ഒരു 1980 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചതെന്നല്ലേ നിങ്ങൾ മറുപടി പറയണത്. സുഹൃത്തേ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. നിങ്ങൾ ഈ യേശുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കൊണ്ട് തന്നെ എന്തിനാണ്? അത് പറയണത് എന്തിനാണ്? കാരണം ഇത് കലിയുഗമാണ്. യേശു തന്നെയാണ് കലി. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. മനസ്സിലായോ? ഈ യുഗത്തിൻ്റെ രാജാവ് എന്ന് പറയണത് യേശുവാണ്. പക്ഷെ അവ പിശാചാണ്. അല്ലാണ്ട് നമ്മുടെ മാർത്താണ്ഡവർമ്മയെ പോലെയോ അങ്ങനെയുള്ളൊരു രാജാവല്ല. മനസ്സിലായോ? അല്ലെങ്കിൽ ശ്രീരാമനെ പോലെയോ അങ്ങനെയുള്ളൊരു രാജാവല്ല. പിശാചാണ് ഈ ലോകം വാഴുന്നത്. അടക്കി വാഴുന്നത് പിശാചാണ്. ഓക്കെ, പിശാചി ഈ ലോകം അടക്കി വാഴുന്നതിൻ്റെ ഒരു ടൂളെന്ന് പറയുന്നത് ജനാധിപത്യമാണ്. മനസ്സിലായോ? എനിക്കറിയാൻ പാടില്ല. ഞാൻ ഹിന്ദു ആയപ്പോൾ ഞാൻ ജനാധിപത്യം, പിന്നെ എനിക്ക് ആ സാധനം കേൾക്കണമെന്ന് എനിക്കിഷ്ടമല്ല ജനാധിപത്യം. കാരണം ഹിന്ദുവിസത്തിൽ ജനാധിപത്യം ഇല്ലല്ലോ. ജനാധിപത്യം ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറഞ്ഞ വാക്ക് അത് ഗ്രീക്കാണത്, ഒറിജിനാണ്, ഗ്രീക്ക് ഒറിജിനാണത്. അവിടെ ഉണ്ടായ സാധനമാണത്. നിങ്ങൾ മെറിയം വെബ്സൈറ്റ് എടുത്തിട്ട് ഡെമോക്രസി നോക്കിക്കോളൂ. അപ്പോൾ മോർ അറ്റ് ക്രൈസി എഴുതിയിട്ടുണ്ട്. അത് ഞാനും എൻ്റെ സുഹൃത്തും അത് പറഞ്ഞ് ചിരിക്കാറുണ്ട് ഇടയ്ക്ക്. മനസ്സിലായോ? അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ശരിക്കും വട്ടത്തരം തന്നെയാണത് അല്ലേ? ഇപ്പോൾ നോക്കൂ എന്താ സംഭവിച്ചതെന്ന്. മോദിജിയുടെ 1,00,000 രൂപയും 8,500 രൂപയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറേ സ്ത്രീകൾ പോയിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത്. എന്നിട്ട് ഇപ്പോൾ കാശും ചോദിച്ച് നടക്കണേ. 5 പൈസ കിട്ടാൻ പോണില്ലട്ടെ. എല്ലാം വെറും തട്ടിപ്പാണ്. എന്നാൽ ഇലക്ഷൻ കമ്മീഷനുണ്ട്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്നാലും ചെയ്യും. ചെയ്യേണ്ട എല്ലാവരും അറസ്റ്റ് ചെയ്യാനോ വല്ല നടപടി എടുക്കാനോ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു നാറിയ ഒരു വ്യവസ്ഥിതി ഇതുപോലെ വേറെ ഉണ്ടോ? അല്ലെങ്കിൽ ഇന്നേരം മോദി സർക്കാരിന്, BJPക്ക് 2/3 ഭൂരിപക്ഷം കിട്ടിയേനെ. 2/3 ഭൂരിപക്ഷം കിട്ടിയേനെ. പക്ഷേ അത് കിട്ടാതെ പോയത് ഇതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തട്ടിപ്പാണ്. തട്ടിപ്പിൻ്റെ ആൾക്കാരുണ്ടാക്കിയ സിസ്റ്റമാണത്. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മുടെ IPCയും അത് കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് സുഷിരങ്ങളാണ്. അത് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ആരെ വേണമെങ്കിലും, ഏത് വലിയ ക്രിമിനലിനെ വേണമെങ്കിലും നമുക്ക് ആ സുഷിരത്തിലൂടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും. മനസ്സിലായോ? ഇതൊക്കെ വെള്ളക്കാരൻ്റെ നാട്ടിൽ നിന്ന് വന്നേക്കണേ. ഇതൊന്നുമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതൊന്നുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, കാരണം നമ്മൾ ശ്രീരാമൻ എന്നല്ലേ പറഞ്ഞു. ഇപ്പോഴും ജനാധിപത്യത്തിലും രാമരാജ്യം എന്നല്ലേ പറഞ്ഞു. നാണം കെട്ട വാക്കുകൾ. ജനാധിപത്യത്തിൽ രാമരാജ്യം ഉണ്ടാക്കാൻ പോണു. രാമൻ ജനാധിപത്യ വിശ്വാസിയായിരുന്നു പറഞ്ഞ ഒരു RSSകാരനെ ഞാൻ ക്ലബ് ഹൗസിൽ മീറ്റ് ചെയ്തു. അറിയാമോ നിങ്ങൾക്ക്? രാമൻ ജനാധിപത്യ വിശ്വാസിയായിരുന്നു. അത് എന്തൊരു ഒരു RSSകാരനെ ഞാൻ തർക്കിക്കേണ്ടി വന്നു. എനിക്ക് ഹിന്ദുക്കളായിട്ട് തർക്കിക്കണ ഇഷ്ടമല്ല റിയലി. കാരണം എൻ്റെ അപ്പനെ ഹിന്ദുക്കളായിട്ട് തർക്കിക്കില്ലായിരുന്നു. മനസ്സിലായോ? പക്ഷെ നിവൃത്തികൾ വരുമ്പോൾ നമ്മൾ തർക്കിക്കും. എന്താ ചെയ്യുക? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നെനിക്ക് പറയാനുള്ളത്. വിഷയം മാറി രാഷ്ട്രീയത്തിലേക്ക് വന്നു, സോറി. പക്ഷേ എൻ്റെ ഒരു കൺവിക്ഷനാണത്. ജനാധിപത്യം എന്ന് പറയുന്നത് വെള്ളക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജനാധിപത്യം ഈസ് എ ബിഗ് ലായ്. ഒരു വലിയൊരു നുണയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു സാധനമില്ല. ഒരു ഇല്യൂഷനാണത് ജനാധിപത്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു എന്നുള്ളൂ. എനിവേയ്സ്, മത്തായിയുടെ പുസ്തകം 6-ാം അധ്യായം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ മാർക്കോസിലോട്ട് പോയി. ഇങ്ങനെ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം മറ്റൊരു കാര്യം കൂടി പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. അത് നമുക്കത് ഡിസ്പ്രൂവ് ചെയ്യാനും പറ്റുള്ളൂ. മനസ്സിലായോ?
അപ്പോൾ ഈ പിശാചുക്കളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ പുസ്തകം 11-ാം അധ്യായത്തിലുള്ള കാര്യമാണത്. ലൂക്കായുടെ പുസ്തകം 11-ാം അധ്യായത്തിലുള്ള കാര്യം. അതിൽ യേശു പറഞ്ഞ ഒരു പിശാച് ഒരു മനുഷ്യനെ വിട്ടു പോകുമ്പോൾ അവനേക്കാളും അവൻ മനുഷ്യനെ വിട്ടു പോകുന്ന പിശാച് വെള്ളമുള്ള സ്ഥലവും നോക്കി പോകുന്നു, അന്വേഷിച്ച് പോകുന്നു. അവന് പാർക്കാൻ പറ്റിയൊരു സ്ഥലം, പക്ഷേ അവനൊന്നും കണ്ടെത്തുന്നില്ല. അവന് പറ്റിയൊരു സൂട്ടബിളായുള്ള സ്ഥലം കണ്ടെത്തുന്നില്ല. അപ്പോൾ അവൻ തിരിച്ച് അവൻ എവിടെ നിന്നാണോ പോയത്, ഏതൊരാളിൽ നിന്നാണോ അവൻ പുറത്തോട്ട് പോയത്, അങ്ങോട്ട് തന്നെ അവൻ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവൻ നോക്കുമ്പോൾ അവൻ നേരത്തെ ഇരുന്ന വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് കാണുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പിശാചിന് ഇരിക്കാൻ പറ്റില്ലല്ലോ. പിശാചെന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവനല്ലേ. അതല്ലേ യേശു. യേശു കൈ കഴുകാണ്ട് ഭക്ഷണം കഴിക്കണുണ്ടില്ലേ, എന്നിട്ടൊരു തള്ളും. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ആരും അശുദ്ധരാകുന്നില്ല എന്ന് പറയണേ. കൈ കഴുകാണ്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ആരും അശുദ്ധരാകുന്നില്ല. നമ്മുടെ വായക്കുടി അകത്തോട്ട് കയറുന്ന സാധനം നമ്മൾ വിസർജിച്ച് അത് പുറത്തോട്ട് പോകും. അതുകൊണ്ട് നമ്മളെ അഴുക്ക് ഒന്നും ആവുന്നില്ല. അഴുക്കല്ലേ പുറത്തോട്ട് പോകണത്. എന്തൊരു വർത്താനമാണ് പറയണത്. എന്നിട്ട് പറയണേ, അതായത് വാട്ട് മേക്സ് എ മാൻ അൺക്ലീൻ ഈസ് വാട്ട് കംസ് ഔട്ട് ഓഫ് ഹിം. ഒരുത്തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഒരുത്തനെ അശുദ്ധനാക്കുന്നത്, പുറത്തുനിന്ന് വരുന്നതല്ല. ഭക്ഷണം പുറത്തുനിന്ന് തന്നെയുള്ള, പുറത്തുനിന്ന് നമുക്ക് കഴിക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് കൈ കഴുകാണ്ട് കഴിക്കണോണ്ട് കുഴപ്പമില്ലെന്നാണ് യേശു പറയണത്. പിശാചെന്ന് പറഞ്ഞാൽ ശൗചം ഉണ്ടാവില്ല. പിശാചിന് ശൗചം നാറും അവനെ. കാരണം അവൻ നാറിയാണ്, പരമനാറി. അതുകൊണ്ട് മനസ്സിലായോ? അപ്പോൾ അത് തന്നെയാണ് യേശുവിൻ്റെ പെരുമാറ്റം നോക്കൂ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ യഹൂദർ പറഞ്ഞു, യേശു എന്താ പറഞ്ഞത്? പഴയ നിയമത്തിൽ നിന്ന് ഒരു വ്യത്യാസവും വരുത്തില്ല, എല്ലാം ഞാൻ അതുപോലെ തന്നെ ചെയ്യും എന്നല്ലേ പറഞ്ഞത് യേശു. പക്ഷേ യഹൂദർ അത് ഫോളോ ചെയ്യണേ. യഹൂദർ കൈയൊക്കെ കഴുകി. കാരണം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, കൈ കഴുകണതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാജാക്കന്മാർ കൈ കഴുകണം, അങ്ങനെ പല കാര്യങ്ങളും കൈ കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമല്ല കൈ കഴുകണത്. നമ്മുടെ കൈ അഴുക്കാവൂലേ, നമ്മൾ ഓരോ സ്ഥലത്ത് പിടിക്കണല്ലേ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പെങ്കിലും നമ്മൾ കൈ കഴുകണ്ടേ, ഇല്ലേ? അപ്പോൾ അത് ആവശ്യമില്ലെന്നാണ് യേശു പഠിപ്പിക്കണത്. കാരണം പറയണതാണ്, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് ബലാത്സംഗം, കൊലപാതകം, കള്ളസാക്ഷി പറയൽ, ഇതൊക്കെ വരുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണെന്നാണ് യേശു പറയണത്. അതായത് മനുഷ്യനാണ് പാപി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, വലിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. ആ പ്രശ്നം എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഇത് ഒരുപാട് മാറിപ്പോയി, ക്ഷമിക്കണം. കാരണം എനിക്കിങ്ങനെ പറയാൻ പറ്റുള്ളത്. ഒരു വിഷയം സംസാരിച്ച് കഴിയുമ്പോൾ വേറൊരെണ്ണം കയറി വരും, അതിനെക്കുറിച്ച് പറയേണ്ടി വരും. എന്നാലേ ആ പറയുന്ന കാര്യത്തിന് വ്യക്തത ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ കൈ കഴുകാണ്ട് ഭക്ഷണം കഴിക്കണമെന്ന കാര്യം, അത് യേശു പറയണേ മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കണം. വാട്ട് മേക്സ് എ മാൻ അൺക്ലീൻ is what comes out of a man, not that what goes into him from outside എന്നാണ് യേശു പറയണത്. അതായത് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അവൻ്റെ ഉള്ളിൽ നിന്നാണ് അഡൾട്ടറി, പിന്നെ റേപ്പ്, മർഡർ, ഇതൊക്കെ വരുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ്. മനുഷ്യൻ്റെ ഉള്ളിലാണ് സകല തിന്മകളുള്ളതെന്നാണ് യേശു പറയണത്. ഓക്കെ, അതാണ് യേശു പറയണത്. പക്ഷേ അവിടെ എനിക്ക് ഒരു എതിരഭിപ്രായമുണ്ട്. കാരണം ഒരിക്കൽ യേശുവിൻ്റെ അടുത്തോട്ട് കുട്ടികളെ കൊണ്ടുവരും, ചിൽഡ്രൻ. അപ്പോൾ ശിഷ്യന്മാർ തടയും. കുട്ടികൾക്ക് പറയണ കാര്യമൊന്നുമല്ല, ഇവൻ അറിയിരിക്കണവനാണ്. ശിഷ്യന്മാർ തടയും കുട്ടികളെ. അപ്പോൾ യേശു പറയും, ശിശുക്കളെ തടയരുത്. സ്വർഗരാജ്യം ഇവരെ പോലെ മനസ്സുള്ളവരുടെയാണ് സ്വർഗരാജ്യം എന്ന് പറയും. അതായത് കുട്ടികളുടെ മനസ്സ് ശുദ്ധമാണെന്ന് യേശു സമ്മതിച്ചേ ഇല്ലേ? അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതൊക്കെ വന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മളുടെ ഇടയിൽ പ്രായപൂർത്തിയായവർ കൊലപാതകം ചെയ്യുന്നവരുണ്ട്, ഈ പറഞ്ഞ മാതിരി കളവ് ചെയ്യുന്നവരുണ്ട്, മോഷണം,
ബലാത്സംഗം ഒക്കെ ഉണ്ട് മനുഷ്യന്മാർ പ്രായപൂർത്തിയായവർ. പക്ഷേ നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് 8 വയസ്സ് 6 വയസ്സ് ഇപ്പോൾ കുട്ടികളല്ലേ, നമ്മൾ അങ്ങനെ വല്ലതും അങ്ങനെ ഒരു കേസ് നമുക്ക് കേൾക്കാറുണ്ടോ? ഒരു 8 വയസ്സ് 6 വയസ്സുള്ള പയ്യൻ ബലാത്സംഗം ചെയ്തു എന്നോ മോഷ്ടിച്ചു എന്നോ കൊലപാതകം ചെയ്തു നമുക്ക് കേൾക്കാറുണ്ടോ? ഇല്ല. നമ്മളും 6 വയസ്സായിരുന്നല്ലേ, നമ്മളന്നേരം എന്താണ് നമുക്കുള്ളത്? എന്താ ഉള്ളത് നമുക്ക്? നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? 6 വയസ്സുള്ളൊരു കുട്ടിയുടെ മനസ്സിൽ നമ്മൾ 6 വയസ്സ് കഴിഞ്ഞ് വന്നല്ലേ, എന്താ ഉള്ളത്? നമുക്ക് കളിക്കണം, വി വോണ്ട് ടു പ്ലേ, പിന്നെ ഭക്ഷണം കഴിക്കണം. ഇതല്ലാണ്ട് വേറെ വല്ല വിചാരം ഉണ്ടാകും? ഒരു വിചാരമില്ല. മനസ്സിലായോ? അല്ലാണ്ട് മനുഷ്യരെ ദ്രോഹിക്കണമെന്നാ അങ്ങനെയുള്ള യാതൊരു വിചാരവും കുട്ടികൾക്കില്ല. അതാണ് ശിശുക്കൾ ഇന്നസെൻ്റ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. പക്ഷേ ഇങ്ങനെ യേശു പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് കോൺട്രഡിക്റ്റ് ചെയ്തു. അത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് എല്ലാം പറയുന്നത്. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാകുമ്പോൾ പറഞ്ഞാണെങ്കിൽ ഈ കുട്ടികളും കാണുന്നത് അവർ മനുഷ്യരല്ലേ? കുട്ടികൾ മനുഷ്യരല്ലേ? കുട്ടികൾ തീർച്ചയായിട്ടും മനുഷ്യരാണ്. പക്ഷേ അവർ ഇന്നസെൻ്റാണ്. അതിൻ്റെ അർത്ഥം നമ്മളുടെ അകത്ത് എന്തെല്ലാം ഈവിളുണ്ടോ അതൊക്കെ പുറത്തുനിന്ന് വന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എൻവയോൺമെൻറ്റിൽ നിന്നാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയേക്കണത്, നമ്മുടെ പരിതസ്ഥിതിയിൽ നിന്ന്. അഗ്രഹാരത്തിൽ വളരുന്ന കുട്ടിയുടെ സംസ്കാരമല്ല ചേരിയിൽ വളരുന്ന കുട്ടിയുടെ സംസ്കാരം. മനസ്സിലായോ? അത് കാരണം പരിതസ്ഥിതി വ്യത്യാസമാണ്. അഗ്രഹാരത്തിൽ മീൻ കൊണ്ടുവരും, അവർ ഓടിക്കും. മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മീനേ അതിലെ ചാളേ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അഗ്രഹാരത്തിൽ ഞാൻ പോടാന്ന് പറഞ്ഞ് ഓടിക്കും, ഇല്ലേ? കാരണം അവർ മീൻ കഴിക്കൂലേ. അവ സംസ്കാരം മാറിയില്ലേ? അതാണ് വ്യത്യാസം. അപ്പോൾ പരിതസ്ഥിതിയിൽ നിന്നാണ്, എൻവയോൺമെൻറ്റിൽ നിന്നാണ് നമ്മളുടെ ഉള്ളിലേക്ക് ഇത് കടക്കുന്നത്. അല്ലാണ്ട് ബൈ ബർത്ത് നമ്മൾ സിന്നേഴ്സ് അല്ല. പക്ഷേ യേശു പറഞ്ഞു വെക്കണത് നമ്മൾ സിന്നേഴ്സാണ്. മാമോദീസ മുക്കണതിനാണല്ലോ വെള്ളത്തിൽ മുക്കണത്. നമ്മൾ അതായത് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തു സിൻ. ആരിൽ നിന്ന്? ആദമിന്ന്. എന്താ സിൻ? ആദം തുണി ഇട്ടു, അതാണ് സിൻ. എന്താ പുസ്തകം. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 37 മിനിറ്റ്. നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തട്ടെ. മത്തായിയുടെ പുസ്തകം 6-ാം അധ്യായം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പക്ഷേ എനിക്ക് ഒരു വചനം വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഞാൻ ലൂക്ക് എടുക്കും, മാർക്ക് എടുക്കും, യോഹന്നാൻ എടുക്കും. ഈ 4 പുസ്തകത്തിൽ നിന്ന് ഏത് വേണമെങ്കിലും എടുക്കും. പിന്നെ ബൈബിളിൽ വേറെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അതൊക്കെ എടുക്കും. മനസ്സിലായോ? അങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾക്ക് വിരോധമൊന്നും തോന്നരുത്. അങ്ങനെ ഇക്കാര്യം പറയാൻ എനിക്കറിയാൻ പാടുള്ളൂ. ഓക്കെ. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.